قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ജബ്ബാറിന് ഖുർആൻ പഠന പരമ്പര എന്ന വിഷയത്തിൽ അദ്ദേഹം ചെയ്തു വരുന്ന പരമ്പരകൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള മറുപടികളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇതിനെ ഗണ്ണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ഈ വിഷയത്തിലേക്ക് നമ്മുടെ ഒരു വീഡിയോ പോലും എടുത്തുകൊണ്ടിട്ട് അതിനെ ഇത് ഇങ്ങനെയല്ല എന്ന് പറയാൻ പോലും ശ്രമിക്കാത്തത്. ഇദ്ദേഹത്തിന്റെ ശിങ്കടികളായിട്ട് നടക്കുന്ന ആളുകൾ പോലും ഈ വിഷയത്തിൽ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാർട്ട് 41ാമത്തെ പാർട്ടാണിത്. ഇതുവരെ ഒരൊറ്റ പാർട്ട് പോലും ഇദ്ദേഹത്തിന്റെ ആളുകൾ തൊട്ടു നോക്കിയിട്ട് പോലും ഇല്ല എന്നുള്ളത്. ഇവർ കാണുന്നുണ്ട്, കമന്റുകൾ ഇടുന്നുണ്ട്, പക്ഷെ ഇവർക്ക് ഇതിന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പരാജയമാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ പ്രാവശ്യത്തെ അദ്ദേഹം പറയുന്ന വിഷയം എന്താണെന്ന് എടുത്തു നോക്കാം. ഇദ്ദേഹത്തിന്റെ ഓരോ വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ എല്ലാ ക്രെഡിബിലിറ്റിയും തകരപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ ആളുകൾക്ക് തന്നെ ഒരു ശരിയായ രീതിയിൽ തന്നെ ഇതിനൊന്നും കൗണ്ടർ ചെയ്യാനോ കമന്റ് ഇടാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അഭിസംബോധന ചെയ്യപ്പെട്ടിരുന്ന അന്നത്തെ മക്കാരിൽ കുറെ ആളുകൾക്ക് ഈ അയ്യൂബിന്റെ കഥ അറിയാമായിരിക്കാം. കാരണം അവർക്ക് ജൂതന്മാരുമായിട്ടൊക്കെയുള്ള സമ്പർക്കം കാരണം ബൈബിൾ കഥകളും താൽമൂദ് കഥകളും ജൂതന്മാരും മറ്റും അറേബ്യയിൽ പ്രചരിപ്പിച്ചിരുന്ന കഥകളും ഒക്കെ കേട്ട് പരിചയമുണ്ടാവും. ആ കേട്ട് പരിചയമുള്ള ആളുകളോടായിരിക്കാം അയ്യൂബിനെ നിങ്ങൾ ഓർക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർക്കാൻ പറയുമ്പോൾ ആ അയ്യൂബ് ആരാണ് എന്താണെന്നുള്ളതൊക്കെ അറിയുന്ന ഒരാളുകളോടായിരിക്കണം അത് പറയുന്നത്. എന്നിട്ട് അയാൾ പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കാനാണ് പറയുന്നത്. എന്താണ് പ്രാർത്ഥിച്ച സന്ദർഭം? നിശ്ചയമായും അവശതയും പീഡനവുമായി പിശാച് എന്നെ സ്പർശിച്ചിരിക്കുന്നു. ഇത്ര അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ എവിടെയാണ് പ്രാർത്ഥന? ഒന്നുമില്ല. എന്ത് പ്രാർത്ഥനയാണൊന്നുമില്ല. പിശാച് സ്പർശിച്ചത് കാരണം അവശതയും പീഡനവും അനുഭവിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. തുടർന്ന് പിന്നെ ആരാണ് എന്താണെന്നൊന്നുമില്ല. പിന്നെ താങ്കളുടെ കാലുകൊണ്ട് താങ്കൾ തട്ടുക, ഇതാ തണുത്ത സ്നാന ജലവും പാനീയവും. ഇത് ആര് പറഞ്ഞതാണെന്നൊന്നും ഖുർആനിലില്ല. വ്യാഖ്യാതാക്കൾ ബ്രാക്കറ്റ് ഇട്ട് തിരികെ ചേർത്തിട്ടുണ്ട്. നാം ഉത്തരം നൽകിയെന്ന്. അവിടെ അള്ളാഹു ഉത്തരം നൽകി ഈ പ്രാർത്ഥനയ്ക്ക് എന്നാണ് ബ്രാക്കറ്റിൽ പരിഭാഷകർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത് അള്ളാഹു പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാം. അള്ളാഹു എന്താ പറഞ്ഞത്? താങ്കളുടെ കാലുകൊണ്ട് താങ്കൾ തട്ടുക, ഇതാ തണുത്ത സ്നാന ജലവും പാനീയവും. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. കഥ കഴിഞ്ഞ അവിടെ കഥയ്ക്ക്. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് സൂറത്ത് അംബിയ 21ാമത്തെ അധ്യായത്തിൽ 83 മുതലുള്ള വചനങ്ങളിൽ കാണാം. അതായത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കുക. തൻ്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം: എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു. നീ കാരുണ്യകരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും ചെയ്തു. ഇവിടെ ബ്രാക്കറ്റൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇവിടെ എന്താ, അവിടെ എന്താ ബ്രാക്കറ്റ് ഇട്ടേ? ഇവിടെ എന്താ ബ്രാക്കറ്റ് ഇല്ലാത്തത്? അവിടെ ഈ സംഭവത്തെ അവിടെ ചുരുക്കി പറയുകയാണ്, മനസ്സിലായോ? ഇവിടെ കുറച്ചുകൂടി ഒരു 2 വാക്കുകൾ കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പറഞ്ഞു. അപ്പോൾ അവിടെയും നാം ഉത്തരം നൽകി എന്ന് പറയേണ്ടതില്ല. പരമാവധി ഖുർആനെ സംബന്ധിച്ചിടത്തോളം 6000 ചില്ലാനം ആയത്തുകളാണ് ഉള്ളത്. അതിൽ പല സന്ദർഭങ്ങളിലായിട്ട് ചില പ്രവാചകന്മാരെ ഓർക്കുക എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല ആയത്തുകളിലും കാണാം. മൂസാ നബിയെ പറ്റിയിട്ടും അതേപോലെ ഈസാ നബി, അതേപോലെ പല നബിമാരെ പറ്റിയും. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ്? ക്ഷമ. നമ്മളുടെ ജീവിതകാലത്തും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അത് ഈ പ്രവാചകന്മാർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ചെയ്തിരുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. എന്താണ്? അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ നീക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഒന്നിപ്പിച്ചു. ഈ സംഭവം വിശദമായ രീതിയിലൊന്നും ഖുർആൻ പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ സംഭവം അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇനി ജൂതന്മാർക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയാമായിരുന്നു എങ്കിൽ പോലും ആണോ അല്ലേ എന്നൊന്നും നമുക്ക് തെളിവുകളില്ല. ഇദ്ദേഹം കാടടച്ച് വെടിവെച്ച് പോവുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ രീതി. ഒരു തെളിവൊന്നും ഇദ്ദേഹത്തിന് പറയേണ്ടതില്ല. കാരണം ഈ പറയുന്ന മക്ക നിവാസികളെയും ഖുറൈശികളെയും ജൂതന്മാരെയൊക്കെ ആ കാലത്തുള്ള 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളെയൊക്കെ ഇയാൾ ട്രാവൽ ചെയ്ത് പോയി കണ്ട് വന്ന ആളെ പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം. പലപ്പോഴും നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സനദോട് കൂടിയുള്ള ഹദീസ് കൊണ്ടുവരണം, വിശ്വാസയോഗ്യമായ ഹദീസുകൾ കൊണ്ടുവരണം.
അങ്ങനെയും ഇദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹം ഒരു ഊഹങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ അവർക്കറിയാം, അത് ഇവർക്കറിയാം, പക്ഷേ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ മനുഷ്യർക്ക് മാർഗദർശനം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ ഒരു കഥാപുസ്തകം പോലെ ഇദ്ദേഹം പലപ്പോഴും ഒരു കഥാപുസ്തകം വായിക്കുന്ന പോലെ അങ്ങ് വായിച്ചു പോകും. ഇവിടെ അത് പറഞ്ഞില്ല. പക്ഷേ ഇതേ സംഭവത്തെ തന്നെ വേറെ അധ്യായങ്ങളിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ സൂറത്ത് അംബിയായിലും പറയുന്നുണ്ട്, സൂറത്ത് സ്വാദിൽ പറയുന്നുണ്ട്, അങ്ങനെ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇത് സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പറയുന്നത്. മനുഷ്യർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഖുർആനിൽ പല അധ്യായങ്ങളിൽ കാണാൻ കഴിയുക. അല്ലാതെ വിശുദ്ധമായിട്ട് പറഞ്ഞ് കഥകളൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു കഥാപുസ്തകമല്ല ഖുർആൻ. നിങ്ങൾ പലപ്പോഴും പറയാനുള്ളത് എന്താ, ഇതൊരു കഥാപുസ്തകമാണ്, എന്നിട്ട് പറയുകയും ചെയ്യും ഒരു കഥയും ഫുള്ളാക്കുന്നില്ല. കഥാപുസ്തകമാകുമ്പോഴാണ് കഥ ഫുള്ളാക്കേണ്ട ആവശ്യം വരുന്നത്. ഇത് കഥാപുസ്തകമല്ല. ഇത് ചില ആളുകൾക്കൊരു മോട്ടിവേറ്റ്, ഇങ്ങനെ ആയിരുന്നു നിങ്ങളുടെ മുൻപുള്ള ആളുകൾ, അപ്പോൾ അവരൊക്കെ എന്തായിരുന്നു ചെയ്തത്, ഇതുപോലുള്ള അവസരങ്ങളിൽ ക്ഷമ കൈക്കൊണ്ടു, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവരതിന് വേണ്ട അസുഖങ്ങൾക്ക് വേണ്ട മരുന്നുകൾ കണ്ടെത്തി ചികിത്സിച്ചു, ഇതൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ കാലത്തേക്കും പ്രസക്തമായ ആയത്തുകൾ തന്നെയാണത്. ഈ കാലത്തും ഉണ്ടല്ലോ, നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ രോഗം എന്തായിരുന്നു എന്ന് പോലും അവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഖുറാനിലോ അല്ലെങ്കിൽ ഹദീസിലോ ഒന്നും ഈ കാര്യം പറഞ്ഞിട്ടില്ല, എന്തായിരുന്നു അദ്ദേഹത്തിനെ ബാധിച്ച രോഗമെന്ന് കൃത്യമായിട്ട് സനദോട് കൂടിയുള്ള അല്ലെങ്കിൽ സഹീഹായി വന്ന ഒരു ഹദീസിലും റിവായത്തിലും വന്നിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരുണ്ടായിരുന്നു എന്നും ഒക്കെ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ അസുഖം ബാധിച്ചപ്പോൾ ഇദ്ദേഹത്തെ വിട്ടു പോവുകയും അങ്ങനെയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള വിശദീകരണമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളുണ്ട്. അതൊന്നും ഇവിടെ പ്രസക്തമല്ല. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ അദ്ദേഹത്തിന് വിട്ടുപോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ അള്ളാഹു എന്ത് ചെയ്തു, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടുകയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ തിരിച്ചു വരികയും സമ്പത്ത് വരുമ്പോൾ ബന്ധുക്കൾ വരും എന്നുള്ളത് അവിടെ കാണിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ഒരു പാഠങ്ങളാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു കഥാ പുസ്തകം പോലെ പോയി പറഞ്ഞുകൊണ്ട് പോവുകയല്ല. ഖുർആൻ്റെ രീതി തന്നെ അതല്ല. ഇപ്പോൾ ഖുർആൻ വായിക്കുന്ന, അത് മനസ്സിരുത്തി വായിക്കുന്ന, അത് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനിപ്പോൾ ഒരു എന്താ പറയുക, മാറാരോഗം ഇദ്ദേഹത്തിന് ബാധിച്ചു എന്ന് കരുതട്ടെ, ബാധിക്കാതിരിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ ഇദ്ദേഹത്തെ വിട്ടുപോകുന്നു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യമടക്കമുള്ളവർ ഇദ്ദേഹത്തെ വിട്ടുപോകുന്നു, ഇദ്ദേഹത്തിൻ്റെ സമ്പത്തുകളൊക്കെ ഇദ്ദേഹം ചെലവഴിച്ചുകൊണ്ട് ഈ രോഗത്തിന് ചികിത്സിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു രോഗത്തിനൊരു മാറ്റവും വരുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ തന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് പാലിയേറ്റീവ് കെയർ നമ്മുടെ നാട്ടിലുള്ള സന്നദ്ധ സംഘടനകൾ ഇദ്ദേഹത്തിനെ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹം വീണ്ടും എന്താകുന്നു, ഈ അസുഖങ്ങളൊക്കെ മാറി ഇദ്ദേഹം വീണ്ടും ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങി ഈ ഇസ്ലാം വിമർശനമൊക്കെ തുടങ്ങി. അങ്ങനെ യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടി, കുറച്ച് സമ്പത്താകുമ്പോൾ എന്താവും, ഈ പറഞ്ഞ ഭാര്യയും ഇതൊക്കെ ഇവരൊക്കെ തിരിച്ചു വരും. ഇതൊക്കെ ഒരു പാഠമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ ആ സമയത്തും എന്ത് ചെയ്യണം, നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊക്കെ ചിലപ്പോൾ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, ഇയാളൊക്കെ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഇവരൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോവുകയും പിന്നീട് ആത്മഹത്യയിലേക്ക്, വിഷാദരോഗം ബാധിച്ച് എൻ്റെ കുടുംബമൊക്കെ വിട്ടുപോയി, ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള രീതിയിൽ എന്താവും, ആത്മഹത്യയിലേക്കും മറ്റും ചെന്ന് പെടുകയാണ് ചെയ്യുക. അത് നമുക്ക് നാസ്തികരായിട്ടുള്ള ആളുകളാണ് കൂടുതലും ആത്മഹത്യയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ആത്മഹത്യ ഏറ്റവും വേദന കുറച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്ന് വരെ കണ്ടെത്താൻ ശ്രമിച്ച ആളുകളാണ് ഇവർ. അതിനുവേണ്ടി ശവപ്പെട്ടി പോലത്തെ ഒരു പെട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്ര സമയം കൊണ്ട് മരണപ്പെടാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി വരെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഇവരാണ് ഈ ഇസ്ലാമിലെ ഖുർആനിലെയും പല ചരിത്രങ്ങൾ എടുത്തുകൊണ്ട് ഇതെന്താ അതൊന്നും പറയാത്തത്, എന്താ ഇവിടെ പറയാത്തത്, കൃത്യമായിട്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അതൊന്നും
ശ്രദ്ധിക്കാതെ ചില ആയത്തിൻ്റെ ചില ശകലങ്ങൾ എടുത്തുകൊണ്ട് ഇതാ ഇവിടെ കഴിഞ്ഞ് കഥ തീർന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ്റെ ആദ്യത്തെ തഫ്സീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ തന്നെയാണ്. പിന്നീട് വിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ഉറപ്പുള്ള സഹീഹായിട്ടുള്ള ഹദീസാണ് ഇസ്ലാമിൻ്റെ പ്രമാണം. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. എന്തായാലും ഫദക്കിറും ഇന്നമാ അൻത മുദക്കിർ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് നമ്മളുടെ ബാധ്യത. അവരുടെ മേലൊന്നും നമ്മൾ കൈകാര്യകർത്താവല്ല. അതുകൊണ്ട് നമുക്കിത് പറയാൻ മാത്രമേ കഴിയൂ. എന്തായാലും ഞാൻ നിർത്തുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇതുപോലുള്ള ഫിത്നകളിൽ നിന്നും.